എം ജയചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ രാഷ്ട്രീയമായി CPM-ന് ഈ തന്ത്രിയുടെ അറസ്റ്റ് ഒരു ആശ്വാസം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം അത് വിശ്വാസി സമൂഹത്തിന് വലിയ പ്രഹരമാണ് ഈ തന്ത്രി രാജീവ് ഖണ്ഡ്രെ അറസ്റ്റിലാവുന്നത്. പക്ഷേ അതെങ്കിലും രാഷ്ട്രീയമായി CPM-നെ പ്രതിരോധിക്കാനുള്ളൊരു കച്ചിത്തുരുമ്പായിട്ട് മാറുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അതിനെ CPM-നെ പ്രതിരോധിക്കാനുള്ള കച്ചിത്തുരുമ്പായിട്ട് ഖണ്ഡ്രെ രാജീവരുടെ അറസ്റ്റിനെ കാണേണ്ടതില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് ഈ കേസിന്റെ തുടർ ചലനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചലനമാണ്. പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു തുടർ ചലനവുമാണ്. ഇത്രയും വലിയ മുമ്പ് ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി പറഞ്ഞ വമ്പൻ സ്രാവുകളിൽ പെട്ട ഒരു സ്രാവാണ് ഇദ്ദേഹം. ബാക്കിയുള്ളവർ എവിടെ, എങ്ങനെ, ആരൊക്കെ എന്നൊക്കെയുള്ളതിന് പുറകെ വരാനിരിക്കുന്നു. പക്ഷേ അതിൽ തീരെ ഈ ഖണ്ഡ്രെ രാജീവരെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ നമ്മൾ കാണുന്നത് എന്താണ്? അത് ഇത്ര ധൃതി വെച്ചത് എന്തിനാണ് അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള ചോദ്യമാണല്ലോ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഉള്ള BJP നേതാക്കളും പിന്നെ മറ്റ് പലരും UDF നേതാക്കളടക്കം ചോദിക്കുന്നുണ്ട്. എന്നാൽ 2025 നവംബർ 24-ന് ഇതേ തന്ത്രിയെ ഖണ്ഡ്രെ രാജീവരെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് മൊഴിയെടുത്തതാണ്. അത് ആരും മറക്കാനിടയില്ലല്ലോ. അതാരും പറയുന്നില്ല ചർച്ചയിൽ. അതിനുശേഷം ഡിസംബറിൽ വീണ്ടും അദ്ദേഹത്തെ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥയും എന്നുള്ള കാരണം പറഞ്ഞ് ഇവരും ചെന്നില്ല. അതിനുശേഷമാണ് കൂടുതൽ അന്വേഷണം നടത്തിയ SIT ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തെ രാവിലെ മുതൽ ചോദ്യം ചെയ്ത് മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതാണ് അതിന്റെ പിറകിൽ ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്തതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡോക്ടർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പെട്ടെന്ന് പറയാം. ഈ 2018 കാര്യം 2019 കാര്യം എന്നുള്ളതാണ് ചർച്ച. പക്ഷെ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് 2017 2017 ജൂണിലാണ് അവിടെ പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത്. പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വായുവാഹനത്തിന്റെ ഇഷ്യൂ ഉയർന്നു വരുന്നത്. എന്നാൽ പുറത്ത് പറയാത്ത അല്ലെങ്കിൽ പുറത്ത് ചർച്ചയ്ക്ക് വരാത്ത വേറൊരു വലിയ ഇഷ്യൂ ഉണ്ട്. അതേ 2017 മെയ് മാസം 17-ാം തീയതി ശബരിമല ശ്രീകോവിലിന്റെ മുകളിലുള്ള 3 താഴികക്കുടങ്ങൾ അവിടുന്ന് പുതുക്കി പിണിയാനായി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അനുജ്ഞ വാങ്ങിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോയിട്ട് 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ജൂലൈ അവസാനം തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ അനുജ്ഞ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ശുദ്ധികലശം നടത്തണം. അത് നടത്തിയിട്ടില്ല. 3 പൂർണ്ണകുംഭം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അത് പുനഃപ്രതിഷ്ഠിക്കാനായിട്ട്. അത് നടന്നിട്ടില്ല. അവിടെ ഒരു വ്യക്തമായ ആധാര ലംഘനമുണ്ട്. ആ ആധാര ലംഘനം എന്തുകൊണ്ട് എന്നൊക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അതായത് ആ പ്രശ്നം ഈ 3 താഴികക്കുടങ്ങൾ ശ്രീകോവിലിന് മുകളിലുള്ളത് കൊണ്ടുപോയി എന്നുള്ളത് പുറത്തെ ചർച്ച ചെയ്യാത്ത പ്രശ്നമാണ്. SIT ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. അവിടെ മുതലാണ് ആധാര ലംഘനത്തിന്റെ പല കാര്യങ്ങളും നടക്കുന്നത്. മറ്റൊന്ന് ഡിസംബർ 5 ഉത്തരവിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പറയുന്നുണ്ട് ഇതുവരെ അന്വേഷിച്ചുകൊണ്ടുള്ള 2018 മുതൽ 2027 കാര്യങ്ങളാണെങ്കിൽ ഇനി SIT അന്വേഷിക്കേണ്ടത് 2014 മുതൽ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് വ്യക്തമായതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ 2014 എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പൊ ഈ ചുരുങ്ങി ചർച്ചകൾ വിവരിക്കാൻ സമയമില്ലാത്ത അതിലേക്ക് വരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്.